ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. വീട്ടില് ചിക്കനും മീനും ഒന്നും ഇല്ലെങ്കിൽ സോയാബീൻ ചങ്ക്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതിനുവേണ്ടി സോയാബീൻ ഇങ്ങനെ കുതിർത്തി വെക്കുന്നുണ്ട്. ഒരു ½ കുതിർത്തി വെക്കണം. പിന്നെ ഈ ഒരു ബ്ലെൻഡറിലേക്ക് സ്ക്രീനിൽ കാണുന്നതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി ഒരു മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ സോയാബീൻ നല്ലപോലെ കുതിർന്ന് വന്നിട്ട് അത് ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യങ്ങളും അങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് പിഴിഞ്ഞിട്ട് അവിടെ മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പച്ചമുളകിന്റെ ഒക്കെ മിക്സ് ഇല്ലേ, അത് ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൗഡേഴ്സ് വേണം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇത് 3 ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും ഗരം മസാലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നു. അതോടി കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുത്തിട്ട് സോയാബീനും മസാലയും എല്ലാം ഒന്ന് യോജിപ്പിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ സോയാബീൻ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബസ്മതി റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 90% കുക്കായ ബസ്മതി റൈസ് ആട്ടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടി സോയാബീൻ ചങ്ക്സ് കൊണ്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തൈരും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഇതെന്തായാലും നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആർക്കും ഇഷ്ടമില്ലാതിരിക്കില്ല, എല്ലാവരും വയറ് നിറയെ കഴിച്ചോളും. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരാം, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.